ഇല്ല. അതെന്താ? എന്റെ കയ്യിൽ കാശില്ല. പിന്നെ എന്തിനകത്ത് വലിഞ്ഞെറിയത്? ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ഇതുമാതിരി ഓരോന്ന് ദിവസം വലിഞ്ഞു സാറേ. എവിടേക്കാ കുട്ടി? മെഡിഗിരിക്ക്. മെഡിഗിരിയോ? ഇത് മെഡിഗിരിക്ക് പോകില്ല. ആരണഹല്ലി ഇറങ്ങി ബസ് പിടിച്ച് പോകണം. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഇപ്പൊ ഇറക്കി വിടും. ഞാൻ ഇറങ്ങില്ല, എനിക്ക് പോയേ തീരൂ. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിന്തപ്പേരുണ്ടാക്കുന്നത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? പിന്നെ പോലീസ് വിളിക്കും സാറേ. അത് ഞാൻ ചെയ്തിരിക്കും. സാറിന്റെ ടിക്കറ്റ്? അയ്യോ, എന്റെ ടിക്കറ്റ് ഇല്ല. പിന്നെ താൻ എന്തിനാണ് ഇത്ര വലിയ വർത്തമാനം പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെങ്കിൽ 6 മാസം തടവാ. ആര് തടവും? ഞാൻ തടവോ സാറ് തടവോ? നമ്മളോ പോലീസ് തടവുന്നു. അയ്യോ, അത് വേണ്ട. 2 ടിക്കറ്റ് എടുത്തോ. 2 ആൾക്കും? ഒന്ന് എനിക്കും പിന്നെ ഒന്ന് തീപ്പെട്ടി കൊള്ളിക്കും. ഇളരാതെ ഇതെന്റെ വകയിലുള്ള കിന്നേര ചോക്കിന്റെ ടിക്കറ്റ് എടുത്തോ. എങ്ങോട്ടാ? അവര് പറഞ്ഞില്ല അതന്നെ. ആരണഹല്ലി? അതന്നെ തൊട്ട് ചോദിക്കാൻ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് കൂടെ പോലീസ് വിളിക്കുന്ന പറഞ്ഞാൽ ശരിയല്ലോ സാറേ. എന്നാ കാശ്. ബാക്കി ഇന്ന് ആരെയാണാവോ കണിയേണ്ടത്? 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഈ കുട്ടി എന്റെ ബന്ധുവാണോ? ഭാര്യയാണോ? എന്റെ പെങ്ങളാണോ? അമ്മയാണോ? അറ്റ്ലീസ്റ്റ് എന്റെ അയൽപക്കത്തുള്ള ചേച്ചിയാണോ? അതൊക്കെ പോട്ടെ, വഴിയരികിലിരിക്കുന്ന പിച്ചക്കാരിയാണോ? അല്ല, പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അല്ല ഏട്ടാ, പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചേട്ടനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാനിത് തന്നെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. అలా చేయండి పెట్టే ఏమండి నాకు అర్థమైంది చెప్పండి. అదే మీరు తెలుగులో చెప్పండి. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഓ, അതിന് ഭാഷയില്ല. നന്ദി. പന്നിനാ? ആരുടെ പന്നി? നന്ദി, താങ്ക്സ് എന്ന് പറഞ്ഞതാ. ഓ, ഇപ്പോഴാ മനസ്സിലായത്. 1450 50 പൈസക്ക് കിട്ടണ കോപ്പാണ് നന്ദിന്ന്. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്നും കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. ഓ, ഒന്നുമില്ലേ? ആയിക്കോട്ടെ. 1450 രൂപ 50 പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ കാശ് ഞാൻ അയച്ചു തരാം. 1550 കിടന്ന് കുറയ്ക്കണ്ട. തന്റെ അഡ്രസ് പറ. നീ എന്റെ അമ്മയുടെ വീട്ടിലേക്ക്. എനിക്ക് അഡ്രസ് ഇല്ല. അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്ന് കയറി വന്നോ? എനിക്കിത് തന്നെ കിട്ടണം. 1450 രൂപ 50 പൈസ മുടക്കിയ എനിക്കിത് തന്നെ ഒന്നുമില്ല. എന്റെ അമ്മോ.